അനിഴം നക്ഷത്രം. ഉള്ളിൽ വലിയൊരു വേദന ഒളിപ്പിച്ചു വെക്കുമ്പോഴും പുറത്തേക്ക് ചിരിച്ചു കാണിക്കാൻ നിർബന്ധിതനായ ഒരു വ്യക്തിയാണോ നിങ്ങൾ? എത്രയൊക്കെ നന്മ ചെയ്താലും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാനും ഏറ്റവും അടുത്തവർ പോലും നിങ്ങളെ ഒറ്റപ്പെടുത്താനും ഇടയായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? വൃശ്ചികക്കൂറിലെ ഏറ്റവും സൗമ്യമായ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം അനുഭവം നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് തളർത്തിയിട്ടുണ്ടാകും. എന്നാൽ കേട്ടോളൂ, ചിങ്ങം ഒന്നോടെ പിറക്കുന്ന 1202 കൊല്ലവർഷം നിങ്ങളെ കരയിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി പൂർത്തീകരിച്ചു തരാനാണ് എത്തുന്നത്. ഇത്രയും കാലം നിങ്ങളെ തടഞ്ഞു നിർത്തിയ നിഴലുകളെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശം പരക്കാൻ പോകുന്ന അപൂർവ കാലഘട്ടമാണിത്. എന്നാൽ ഈ സുവർണ അവസരങ്ങൾക്കിടയിലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വലിയ പരീക്ഷണം കൂടി കാത്തിരിപ്പുണ്ട്. എന്തൊക്കെയാണ് അനിഴം നക്ഷത്രക്കാർക്ക് 1202 സംഭവിക്കാൻ പോകുന്നത്? സാമ്പത്തികം, ജോലി, കുടുംബം, ആരോഗ്യം. കൃത്യമായ വിവരങ്ങൾ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ അവസാന നിമിഷം വരെ കാണുക. ശനി അധിപനായ വൃശ്ചികം രാശിയിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്ന അനിഴം നക്ഷത്രക്കാർ പൊതുവെ സൗമ്യ സ്വഭാവമുള്ളവരും ആത്മാർത്ഥതയുള്ളവരും എത്ര വലിയ പ്രതിസന്ധിയും സഹിക്കാൻ കഴിവുള്ളവരുമാണ്. സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ. 1202 കൊല്ലവർഷത്തിലേക്ക് കാൽവെക്കുമ്പോൾ ഗ്രഹങ്ങളുടെ അനുകൂല മാറ്റങ്ങൾ അനിഴം നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ശനിയുടെയും വ്യാഴത്തിൻ്റെയും സാന്നിധ്യം നിങ്ങൾക്ക് മുന്നേറാനുള്ള പുതിയ വഴികൾ തുറന്നു തരും. വിശേഷിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹിച്ച ഫലം ലഭിക്കാൻ പോകുന്ന വർഷമാണിത്. മനസ്സിൽ വിചാരിച്ച പല കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കും. എന്നാൽ അനാവശ്യമായ വൈകാരിക ചിന്തകൾ മാറ്റിവെച്ച് പ്രായോഗികമായി ചിന്തിച്ചു പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ നിങ്ങളുടെ വിജയരഹസ്യം. ഇനി ഏതൊരു വ്യക്തിയും ഉറ്റുനോക്കുന്ന തൊഴിൽ കരിയർ മേഖലയിലേക്ക് വരാം. 1202 അനിഴം നക്ഷത്രക്കാരുടെ ജോലിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? നിങ്ങൾ ഒരു സ്ഥിര ജോലിക്കായി അലയുന്ന ആളാണോ എങ്കിൽ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ നിങ്ങളെ തേടി അനുകൂലമായ വാർത്തകൾ എത്തും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളൊക്കെ മാറി ആഗ്രഹിച്ച ജോലി ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രശംസയും സ്ഥാനക്കയറ്റവും ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും പുതിയ കരാറുകളിൽ നിന്നും മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും. റിയൽ എസ്റ്റേറ്റ്, റിസർച്ച്, മെഡിക്കൽ, ആത്മീയ രംഗം, കൺസൾട്ടൻസി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ഈ വർഷം സാമ്പത്തികമായി വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും. സാമ്പത്തിക വശത്തേക്ക് നോക്കുകയാണെങ്കിൽ 1202 അനിഴം നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസവും ഭദ്രതയും നൽകുന്ന വർഷമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അലട്ടിയിരുന്ന കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. അപ്രതീക്ഷിതമായി കൈകളിൽ പണം എത്തിച്ചേരും. സ്വന്തമായി ഭൂമിയോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നങ്ങൾ ഈ 1202 യാഥാർത്ഥ്യമാകും. പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പ്രധാന ജാഗ്രത വേണം. കയ്യിൽ പണം വന്നു ചേരുമ്പോൾ വൈകാരികമായി ചിന്തിച്ച് മറ്റുള്ളവർക്ക് വലിയ തുകകൾ കടം കൊടുക്കരുത്. അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കുക. സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ ഈ വർഷം വലിയൊരു സമ്പാദ്യം നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിലും വ്യക്തിബന്ധത്തിലും ഈ വർഷം അനിഴം നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകും? കുടുംബത്തിൽ സന്തോഷവും ശാന്തിയും നിലനിൽക്കും. ദീർഘകാലമായി നീണ്ടുപോയ വിവാഹാലോചനകൾ അനിഴം നക്ഷത്രക്കാർക്ക് സഫലമാകും. പ്രണയബന്ധങ്ങളിലുള്ളവർക്ക് ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാനും വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനും അനുയോജ്യമായ സമയമാണിത്. സന്താനങ്ങളുടെ വളർച്ചയിലും അവരുടെ നേട്ടങ്ങളിലും നിങ്ങൾ ഏറെ സന്തോഷിക്കും. എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. ശനിയുടെ നക്ഷത്രമായതിനാൽ കാൽമുട്ട് വേദന, അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അനാവശ്യ ചിന്തകൾ മൂലമുള്ള മാനസിക സമ്മർദ്ദം എന്നിവ നിങ്ങളെ അലട്ടിയേക്കാം. കൃത്യമായ യോഗ, ധ്യാനം, ലളിതമായ വ്യായാമങ്ങൾ എന്നിവ ജീവിതശൈലിയുടെ ഭാഗമാക്കുന്നത് ആരോഗ്യം മികച്ചതാക്കാൻ സഹായിക്കും. 1202 അനുഭവപ്പെടാവുന്ന ചെറിയ തടസ്സങ്ങളെ അതിജീവിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഇരട്ടിയാക്കാൻ അനിഴം നക്ഷത്രക്കാർ ചില ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാൻ സ്വാമിയെയോ ഭജിക്കുന്നത് വളരെ വിശേഷമാണ്. ശാസ്താവിന് എള്ളുതിരി കത്തിക്കുന്നതും എള്ളുപായസം വഴിപാടായി നടത്തുന്നതും ദോഷങ്ങളെ അകറ്റും. കൂടാതെ ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുന്നതോ കേൾക്കുന്നതോ നിങ്ങൾക്ക് വലിയ പോസിറ്റീവ് ഊർജവും ആത്മവിശ്വാസവും നൽകും. സാധുക്കൾക്കും വൃദ്ധർക്കും ആഹാരമോ വസ്ത്രമോ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ 1202 കൊല്ലവർഷം അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സുവർണ കാലഘട്ടമായി മാറും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട അനിഴം നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ കൃത്യമായ നക്ഷത്രഫലങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ അനിഴം നക്ഷത്രക്കാർക്കും സർവ്വമംഗളങ്ങളും നിറഞ്ഞ സന്തുഷ്ടമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.